നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമവിരുദ്ധമായോ കോടതി നിലപാടിന് എതിരായോ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാറില്ലെന്ന് മന്ത്രി പി രാജീവ്. പ്രതികരണം TP കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുക നിയമത്തിനകത്തു വരുന്ന കോടതി ഉത്തരവുകൾ മാത്രം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ശിക്ഷ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ കഴിയില്ലെന്നും മന്ത്രി. വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ അഭിരുചിക്ക് പ്രാധാന്യം ലഭിക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. തുടർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കണം. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ MLA എക്സലൻസ് അവാർഡ് സമർപ്പണം. തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ നാൽക്കാലികൾ ചത്തുപൊന്തിയ സംഭവത്തിൽ സ്ഥലം MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെ ഇടപെടൽ. അടിയന്തരമായി വെള്ളം പരിശോധിക്കാനും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം. ആനുകൂല്യ നിഷേധത്തിൽ നടുവടിഞ്ഞ് ഷൊർണൂരിന്റെ കാർഷിക മേഖല. 10 മാസം മുമ്പ് ലഭിക്കേണ്ട ഉഴവുകൂലി ഇനിയും കർഷകർക്ക് ലഭിച്ചില്ല. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതും തിരിച്ചടിയായി. കടക്കണിയിലായ നെൽകർഷകർ ഒന്നാം വിളയിറക്കാൻ വിത്തു ലഭിക്കാതെ കൃഷി തരിശിടേണ്ട ഗതികേട്. ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. നഷ്ടപരിഹാരം ലഭ്യമാക്കാതിരിക്കാൻ കോള കമ്പനി അധികൃതരും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ചെന്നാരോപിച്ച് പ്ലാച്ചിമടയിലെ കോള കമ്പനിക്ക് മുന്നിൽ സമരസമിതിയുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചു. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിനെതിരെ സന്ധിയില്ല സമരമെന്ന് നേതാക്കൾ. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വസതിക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. നീറ്റ് UGC നെറ്റ് ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തം. പരീക്ഷാ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AISF മാർച്ച്. വ്യാജ ഡിഗ്രിയുമായി രാജ്യം ഭരിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖല ക്രമക്കേടുകളുടെ കൂത്തരങ്ങാക്കിയെന്ന് നേതാക്കൾ. കുളപ്പുള്ളിയിൽ വിവാഹ സൽക്കാരത്തിൽ 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കർശന നടപടിയുമായി അധികൃതർ. ഭക്ഷണമെത്തിച്ച വാടാനംകുറിശ്ശിയിലെ സ്മാർട്ട് കാറ്ററിംഗിന് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നോട്ടീസ്. പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥാപനത്തിന്റെ ഫുഡ് ലൈസൻസ് റദ്ദാക്കി. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം. കഴിഞ്ഞ രാത്രിയുണ്ടായ സംഘർഷത്തിന് പിറകെ വീണ്ടും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ടൗൺ ഹാൾ പരിസരത്ത്. 3 വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിൽ. വവ്വാലുകളുടെ ഭീകരതയിൽ ദേശമംഗലം പള്ളത്തെ ഒരു പ്രദേശം. വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടില്ലെന്ന് വയോധിക ദമ്പതികൾ. ആയിരക്കണക്കിന് വവ്വാലുകൾ താവളമാക്കിയിരിക്കുന്നത് ഇവരുടെ ഒരേക്കർ പുരയിടം. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിൽ സമീപവാസികൾ. വാർത്തകൾ വിശദമായി. സർക്കാർ നിയമത്തിനു വിരുദ്ധമായോ കോടതി നിലപാടിന് എതിരായോ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് മന്ത്രി പി രാജീവ്. TP കേസുമായി ബന്ധപ്പെട്ടായിരുന്നു തൃശൂരിൽ മന്ത്രിയുടെ പ്രതികരണം. നിയമത്തിനകത്തു വരുന്ന കോടതി ഉത്തരവുകൾ മാത്രമേ സർക്കാർ സ്വീകരിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ശിക്ഷ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുക. അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ കേസിലും നിയമത്തിന് അകത്ത് നിന്ന് കോടതി ഉത്തരവുകൾ അകത്ത് നിന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കൂ. ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിലില്ല. ഇത് നിയതമായ നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയും. CRPC 432 പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട്. ജയിൽ നിയമമുണ്ട്, ജയിൽ ചട്ടങ്ങളുണ്ട്. ജയിൽ ചട്ടം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതിയുണ്ട്. ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും, ജില്ലാ കളക്ടറുണ്ടാവും, ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുണ്ടാവും, അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവും. അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം 464 എൻ്റെ ഓർമ്മ പറയുന്നുണ്ട്. ജീവപര്യന്തത്തിൽ എന്ത് ചെയ്യണം, മറ്റ് 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ 464 അനുസരിച്ചായിരിക്കും. അതനുസരിച്ച് അയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും. ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നല്ല ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുപോകും.
നിങ്ങൾ ആദ്യം എന്താണ് ഇതിൻ്റെ ചട്ടം? ഇതിന് മുൻപുള്ള കേസുകൾ എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ വിട്ടയച്ച് ഏതെല്ലാം കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഈ പൊതുമാനദണ്ഡത്തിൽ കഴിഞ്ഞ ഒടുവിൽ വിട്ടയച്ച കേസുകൾ ആരൊക്കെ കൊലപ്പെടുത്തിയ കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി. ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടാവില്ല. ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഒരിളവും പ്രത്യേകമായ സമീപന ഗവൺമെന്റ് ഭാഗത്തുണ്ടാവില്ല. നഷ്ടപരിഹാരം ലഭ്യമാക്കാതിരിക്കാൻ കോള കമ്പനി അധികൃതരും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ചെന്നാരോപിച്ച് പ്ലാച്ചിമടയിലെ കോള കമ്പനിക്ക് മുന്നിൽ പ്രതിഷേധം. കോള വിരുദ്ധ സമിതിയുടെയും ഐക്യദാർഢ്യ സമിതിയുടെയും നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയും പ്ലാച്ചിമടയിലെ ദുരിതമനുഭവിച്ച ജനവിഭാഗത്തെ വഞ്ചിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കോള കമ്പനി ഇരകൾക്ക് നൽകേണ്ട 216.26 കോടി നഷ്ടപരിഹാര തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനാണ് പിണറായി വിജയനും കെ കൃഷ്ണൻകുട്ടിയും ഗൂഢാലോചന നടത്തിയതെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. സർക്കാരിന്റെ നെറുകേടിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തും. കുത്തകകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന LDF ആണ് കോള കമ്പനിക്ക് വേണ്ടി ഇരകളെ വേട്ടയാടിയതെന്നും സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വസതിക്ക് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ പറഞ്ഞു. കൺവീനർ M സുലൈമാൻ, കോള കമ്പനി സമരനായിക മൈലമ്മയുടെ മകൻ M തങ്കവേലു, അമ്പലക്കാട് വിജയൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാഭ്യാസം മാത്രമല്ല, കുട്ടികളുടെ കഴിവിനും പ്രാധാന്യം കൊടുക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പിയിൽ നടത്തിയ മുഹമ്മദ് മുഹസിൻ MLA എക്സലൻസ് അവാർഡ് 2024 ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടാമ്പി നിയമസഭാ മണ്ഡലം തലത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുമാണ് MLAയുടെ എക്സലൻസ് അവാർഡ് നൽകിയത്. പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡ് 2024 വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം മാത്രമല്ല, കുട്ടികളുടെ കഴിവിനും പ്രാധാന്യം കൊടുക്കണമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. വിദ്യാർത്ഥി പഠിക്കുന്ന രീതിയിൽ അധ്യാപകർ പഠിപ്പിക്കണം. തുടർ വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അറിവ് സമ്പാദിക്കുക, കഠിനാധ്വാനം ചെയ്യുക, ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കുക, ഇത് വേണം നമുക്ക് ചെയ്യാൻ. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും സമ്പ്രദായവും ഒക്കെ മാറുകയാണ്. ഡിഗ്രിയോ ഇപ്പോൾ കഴിവോ അല്ല. ഇപ്പോൾ തിഷ് അറോറ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി, കുട്ടികൾ കാണും. ആ കുട്ടി 8ാം ക്ലാസ്സിൽ തോറ്റു. അച്ഛൻ ചീത്ത പറഞ്ഞു, അച്ഛൻ കുറേ ചീത്ത പറഞ്ഞു, അച്ഛൻ ചീത്ത പറഞ്ഞ് ജോലിക്ക് പോയി. അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ ലാപ്ടോപ്പിലെ പാസ്വേഡ് മാറ്റി ഇവൻ വർക്ക് ചെയ്യാണ്. ചടങ്ങിൽ മന്ത്രി അവാർഡുകളും വിതരണം ചെയ്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു. കഴിവുകൾ കുറഞ്ഞ കുട്ടികൾ നിരാശപ്പെടരുത്, അതിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് MLA പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാനായെന്നും MLA സൂചിപ്പിച്ചു. മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കിച്ചൺ സൗകര്യം ഒരുക്കുമെന്നും MLA പറഞ്ഞു. ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് മുഖ്യാതിഥിയായിരുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ സജീർക്കൊപ്പം വിശിഷ്ടാതിഥിയായി. കവി P രാമൻ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, KR നാരായണസ്വാമി, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, AN നീരജ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, ആനന്ദവല്ലി, രതി ഗോപാലകൃഷ്ണൻ, രമണി, വിവിധ സംഘടനാ ക്ലബ്ബ് ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിലെ വ്യാപാരി നേതാവും പ്രശസ്ത നടൻ ഭരത് ബാലൻ കെ നായരുടെ മകനുമായ വാടാനംകുറിശി രാമൻ കണ്ടത്ത് RB അജയകുമാർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. രോഗബാധിതനായി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപ്രതീക്ഷിത വിയോഗം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായ RB അജയകുമാർ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏതാനും നാളുകളായി എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
ചികിത്സ ഫലപ്രദമെന്ന ഡോക്ടർമാർ വിലയിരുത്തിയ ശേഷം തുടർ ചികിത്സയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതിനിടെയാണ് ഷൊർണൂരിലെ യുവ വ്യവസായ സംരംഭകനായ അജയകുമാറിൻ്റെ അപ്രതീക്ഷിത വിയോഗം. ഷൊർണൂർ കളർഹട്ട് ഉടമയായ അജയകുമാറിന് 54 വയസ്സായിരുന്നു. അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രതാരം ഭരത് ബാലൻ കെ നായരുടെ ഇളയ മകനാണ് RB അജയകുമാർ. ഷൊർണൂർ STV ചെയർമാൻ RB അനിൽകുമാർ, പ്രശസ്ത നടൻ മേഘനാഥൻ എന്നിവർ ജ്യേഷ്ഠ സഹോദരന്മാരും സുജാത, ലത എന്നിവർ സഹോദരിമാരുമാണ്. അമ്മ ശാരദ ബാലൻ കെ നായർ, ഭാര്യ നിഷ, മക്കൾ അർജുൻ, ഗോപികൃഷ്ണൻ. സംസ്കാരം ഞായറാഴ്ച നടക്കും. ന്യൂസ് ഡെസ്ക് STV. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം. കുന്നംകുളം ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 1:30യോടെയാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രി വിദ്യാർത്ഥികൾ ഇന്റർപോളി കലോത്സവം നടക്കുന്ന കുന്നംകുളം കീഴൂരിലെ പോളിടെക്നിക് കോളേജിന് മുന്നിലെ റോഡിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കുന്നംകുളം ടൗൺ ഹാളിൽ വീണ്ടും സംഘർഷമുണ്ടായത്. ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഘർഷം. കുന്നംകുളം ടൗൺ ഹാളിലേക്ക് കൂട്ടമായെത്തിയ വിദ്യാർത്ഥികളെ കണ്ട് പോലീസ് ഇവരെ തടയാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ തർക്കമുണ്ടാവുകയുമായിരുന്നു. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ രാത്രിയുണ്ടായ സംഘർഷത്തിൽ കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു. രാത്രിയായതിനാൽ സംഘർഷ സമയത്ത് പോലീസുകാരുടെ എണ്ണം ഇവിടെ കുറവായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതിനിടെയാണ് ശനിയാഴ്ച ഉച്ചയോടെ വീണ്ടും സംഘർഷമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃത്താല പ്രദേശത്തെ വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ നാൽക്കാലികൾ ചത്ത് പൊങ്ങിയ സംഭവത്തിൽ മണ്ഡലം MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെ ഇടപെടൽ. അടിയന്തരമായി വെള്ളം പരിശോധിക്കാനും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഓഫീസ് ഷൊർണൂർ വാട്ടർ അതോറിറ്റിക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പുഴയിൽ കന്നുകാലികൾ ചത്തുപൊങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. നീറ്റ് UGC നെറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ AISF പ്രതിഷേധം. പരീക്ഷാ തട്ടിപ്പ് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AISF മാർച്ച് നടത്തി. വ്യാജ ഡിഗ്രിയുമായി രാജ്യം ഭരിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖല ക്രമക്കേടുകളുടെ താവളമാക്കിയെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത AIYF ജില്ലാ സെക്രട്ടറി K ഷാജഹാൻ ആരോപിച്ചു. ലക്ഷങ്ങൾ നൽകിയാണ് ചോദ്യപേപ്പർ സ്വന്തമാക്കിയതെന്ന് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നീറ്റ് നെറ്റ് പരീക്ഷകളിൽ ക്രമക്കേട് നടത്താനായി വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഷാജഹാൻ ആവശ്യപ്പെട്ടു. AISF ജില്ലാ വൈസ് പ്രസിഡന്റ് ആബിദ് കൈതച്ചിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ഷിനാഫ്, CPI പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുരളി K താരേക്കാട്, AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി B സ്മൃതിൻ, നേതാക്കളായ അക്ബർ ഷാ, A ബബിൻ, GM രാഹുൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ വിവാഹ സൽക്കാരത്തിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവത്തിൽ കർശന നടപടിയുമായി അധികൃതർ. വിവാഹ സൽക്കാരത്തിന് ഭക്ഷണം എത്തിച്ച വടനംകുറിശ്ശിയിലെ സ്മാർട്ട് കാറ്ററിംഗ് നിർത്തിവെക്കാൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഫുഡ് സേഫ്റ്റി വിഭാഗം സ്ഥാപനത്തിന്റെ ഫുഡ് ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട്. ഷൊർണൂരിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 16 നടന്ന വിവാഹ സൽക്കാരത്തിൽ വധുവരന്മാർ അടക്കം പങ്കെടുത്ത 150ലധികം ആളുകൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായതായി കണ്ടെത്തുകയും ചെയ്തു. വാരണാസിയിലുള്ള സ്മാർട്ട് കാറ്ററിംഗാണ് ഭക്ഷണം നൽകിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. വെൽക്കം ഡ്രിങ്ക്സിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധയുണ്ടായതെന്നാണ് കണ്ടെത്തൽ. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡിൽ നിന്നും കുടിവെള്ളം പരിശോധിച്ച സർട്ടിഫിക്കറ്റുകൾ ഇല്ലെന്നും കണ്ടെത്തി. ഇതോടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കി. സ്ഥാപനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയതായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷേർലി പറഞ്ഞു. ആയത് പ്രകാരം ഞങ്ങൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥലം സന്ദർശിക്കുകയും സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനും അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കാരണം സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുവേണ്ടി നമ്മുടെ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ടിനായി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നാണ് സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ലൈസൻസ് റദ്ദാക്കാതിരിക്കുന്നതിനുള്ള കാരണം ബോധിപ്പിക്കുന്നതിനും
അയാൾക്ക് പ്രത്യേക നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി വിഭാഗം ഫുഡ് ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാതെ ചാക്കിൽ കെട്ടി സൂക്ഷിച്ച ഐസ് ഉപയോഗിച്ചാണ് വെൽക്കം ഡ്രിങ്ക്സ് തയ്യാറാക്കിയത്. ഇതിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്നാണ് നിഗമനം. സ്ഥാപനത്തിൽ കൂടുതൽ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷേർലി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഉഴവുകൂലി ഉൾപ്പെടെ ആനുകൂല്യങ്ങൾക്കായി ഷൊർണൂരിൽ കർഷകർ പ്രക്ഷോഭത്തിലേക്ക്. രണ്ടാം വിള മുണ്ടകൻ കൃഷിയുടെ ഉഴവുകൂലി 10 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. കൃഷി ഫീൽഡ് ഓഫീസറുടെ നിരുത്തരവാദ സമീപനമാണ് ഉഴവുകൂലി മുടങ്ങാൻ കാരണമായതെന്ന് കർഷകർ ആരോപിക്കുന്നു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ഇനിയും ലഭിക്കാത്തതും കർഷകരെ കടക്കണിയിലാക്കി. ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ 15 പാടശേഖര സമിതികളിലായി 1100 ഏക്കറിലേറെ സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകർക്ക് രണ്ടാം വിള ഉഴവുകൂലി ഇനിയും ലഭിച്ചിട്ടില്ല. ഹെക്ടറിന് 7200 രൂപയാണ് ഉഴവുകൂലി. സമീപ തദ്ദേശ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഈ തുക വളരെ കുറവാണെങ്കിലും ഉള്ള തുക പോലും സമയത്ത് ലഭ്യമാക്കാതെ സ്പില്ലോവറാക്കി ഉദ്യോഗസ്ഥർ പാഴാക്കിയെന്ന് കർഷകർ ആരോപിക്കുന്നു. സമീപ പഞ്ചായത്തുകളിൽ എല്ലാം ഉഴവുകൂലി വിതരണം പൂർത്തിയായി കഴിഞ്ഞു. മാർച്ചിന് മുമ്പ് ഉഴവുകൂലി പോലും നൽകാതെ കർഷകരെ ദ്രോഹിച്ച കൃഷി ഫീൽഡ് ഓഫീസറെ നഗരസഭ 100% പദ്ധതി നിർവഹണത്തിൻ്റെ പേരിൽ അനുമോദിച്ചിരുന്നുവെന്നും ഇതേറെ വിചിത്രമാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. ഷൊർണൂരിലെ ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും കർഷക വിരുദ്ധ നിലപാട് സങ്കടകരമാണെന്നും കൃഷിഭവൻ ഉപരോധമുൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിന് കൃഷിക്കാർ ഒരുങ്ങിക്കഴിഞ്ഞെന്നും കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ പറഞ്ഞു. പ്രതികരിക്കാൻ ആരുമില്ല എന്നൊരു പരാതി കർഷകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി രൂക്ഷമായൊരു പ്രക്ഷോഭം കർഷകരുടെ ഭാഗത്ത് ഉണ്ടാവും. അത് ഉണ്ടായാൽ മാത്രമേ ഇത് അനുവദിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടേക്ക് നീങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം 10 മാസമായിട്ടും ഒരു പൈസ കിട്ടുന്ന ആനുകൂല്യം കിട്ടാതെ കൊണ്ട് ഞങ്ങൾ അവകാശമാണ് ചോദിക്കുന്നത്, അല്ലാണ്ട് അത് അവതാരില്ല. അത് അനുവദിക്കാൻ തയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ ഈ അനാസ്ഥ, അത് നോക്കാൻ ആരുമില്ല, അതൊക്കെയാണ് ഇവിടെ വളരെ വിഷയം. അപ്പോൾ കർഷകരുടെ കാര്യങ്ങൾ പറയാൻ ഇവിടെ ഒരാളും ഇല്ലാത്ത സ്ഥിതിയായിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത് തന്നെ ഇതിന് അടുത്ത് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റി കൃഷിഭവൻ ഉപരോധിക്കലും അതിന് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. കർഷകരുടെ ഉണ്ടാവും. അതിൽ യാതൊരു ജാതി പറഞ്ഞ രാഷ്ട്രീയ ഭേദം ഉണ്ടാവില്ല. എല്ലാ കർഷകരും സഹകരിച്ച് ഞങ്ങൾ അതിന് ചെയ്യുന്നുള്ള ആ ഒരു മുന്നറിയിപ്പാണ് തരുന്നത്. ഇതൊരു സൂചനയായിട്ട് കണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ച് തരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കീടബാധയുൾപ്പെടെ വലിയ പ്രതിസന്ധികൾ നേരിട്ട കർഷകർക്ക് ആശ്വാസ സഹായങ്ങൾ പോലും ലഭ്യമാക്കാത്തത് നിരാശാജനകമാണ്. രണ്ടാം വിള നെല്ല് സംഭരിച്ച തുക 5 മാസം പിന്നിട്ടിട്ടും സപ്ലൈകോ നൽകിയിട്ടില്ല. വകുപ്പ് മന്ത്രിമാർക്കും കലക്ടർക്കും നഗരസഭാ ചെയർമാനും ഉൾപ്പെടെ പാടശേഖര ഏകോപന സമിതി പരാതി നൽകിയിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അധികൃതർ ഇത്തവണ നെൽവിത്ത് വിതരണത്തിൽ വരുത്തിയ അനാസ്ഥ മൂലം പലരും കൃഷിയിറക്കാനാകാത്ത ഗതികേടിലായെന്നും എല്ലാ അർത്ഥത്തിലും ഷൊർണൂരിലെ കർഷക സമൂഹം വൻ പ്രതിസന്ധിയിലും കടക്കെണിയിലുമാണെന്നും കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ കൃഷിഭവന് കീഴിലുള്ള 15 പാടശേഖര സമിതികൾ ഉൾപ്പെട്ട ഏകദേശം 650 കർഷകർക്ക് 2023-24 വർഷത്തെ രണ്ടാം വിള ചെയ്തതിൻ്റെ നഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഉഴവുകൂലി ഞാറ് നട്ട് 10 മാസമായിട്ടും അനുവദിക്കപ്പെട്ടില്ല. ഷൊർണൂർ നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ മാർച്ച് 15-ാം തീയതിക്കകം സ്റ്റേറ്റ്മെൻറ്റ് കൃഷിഭവനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞാണ്. മുൻകാലങ്ങളിൽ ഞാറ് നട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ കിട്ടിയിരുന്ന ഫണ്ടാണ് കൃഷി വകുപ്പ് ഫീൽഡ് ഓഫീസറുടെ ഉത്തരവാദിത്തമില്ലാത്തതുകൊണ്ട് കർഷകർക്ക് കിട്ടാതിരിക്കുന്നത്. ഞാറ് നട്ട് നെൽകൃഷി 10 മാസം കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ലും കയറ്റി പോയിട്ട് ശേഷവും ഫണ്ട് വയ്ക്കാത്തത് മൂലം കർഷകർ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്ന STR സുസ്ഥിര നെൽകൃഷി വികസന പദ്ധതിക്കുള്ള ഹെക്ടറിന് 5500 രൂപ കൃഷി വകുപ്പിൽ നിന്ന് അനുവദിക്കപ്പെട്ടില്ല. പല കർഷകരും വലിയ കടക്കണിയിലാണ്. മാത്രമല്ല ലോണ്, അതുപോലെ ഗോൾഡ് ലോണ് പലിശക്കാരന് വാങ്ങിയ കൃഷി ചെയ്തിട്ട് ഈ പൈസ കിട്ടാതെ കർഷകർ നട്ടതിരിക്കുകയാണ്. അധികാരികളുടെ കർഷകദ്രോഹ നയങ്ങൾ മൂലം ഷൊർണൂരിൽ തരിശു നിലങ്ങൾക്ക് വ്യാപ്തിയേറുകയാണ്. തരിശുപാടങ്ങൾ നികത്തുന്നതിന് മാഫിയ സംഘങ്ങൾ ഒരു വശത്ത് സജീവമായി രംഗത്തുമുണ്ട്. പദ്ധതി നിർവഹണത്തിൽ വീഴ്ച വരുത്തിയവർക്ക് മാസശമ്പളം മുടങ്ങുന്നില്ല. അവർ അനുമോദിക്കപ്പെടുന്നു. കഞ്ഞിക്ക് വഴിമുട്ടി കർഷകർ അലയുമ്പോൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായിയിൽ കാൽനടയാത്രികയായ വയോധിക ബൈക്ക് ഇടിച്ചു മരിച്ചു. കോട്ടായി പുള്ളിനെല്ലി കല്ലേക്കാട് ചമ്പക്കുളങ്ങര പരേതനായ കണ്ടമുത്തൻ്റെ ഭാര്യ 85 വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പുളിനെല്ലി റോഡിലാണ് അപകടം. നടന്നുപോവുകയായിരുന്ന കല്യാണിയെ പിന്നിൽ നിന്ന് വന്ന ബുള്ളറ്റ് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഉടനെ കോട്ടായിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും
ജീവൻ രക്ഷിക്കാനായില്ല. മരിച്ച കല്യാണിക്ക് 85 വയസ്സ് പ്രായമുണ്ട്. മക്കൾ രാജൻ, പാഞ്ചാലി, പാർവതി, വള്ളി ദേവകി. മരുമക്കൾ മണി, പി മണി, ഹരികൃഷ്ണൻ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഷൊർണൂരിൽ റെയിൽവേ കരാർ തൊഴിലാളികളുടെ പ്രതിഷേധം. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പരിപാടി RCC ആൻഡ് GW യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കരാർ തൊഴിലാളികളുടെയും ആനുകൂല്യങ്ങളും സേവന വേതന വ്യവസ്ഥകളും കൃത്യമായി നടപ്പിലാക്കുക, റെയിൽവേയിൽ പൂട്ടിക്കിടക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യാത്രക്കാരുടെയും തൊഴിലാളികളുടെയും പ്രയാസം അവസാനിപ്പിക്കുക, കാറ്ററിംഗ് സ്റ്റാളുകളിൽ നിർത്തലാക്കിയ വെൻഡിംഗ് പുനഃസ്ഥാപിക്കാൻ ലൈസൻസി വേണ്ട നടപടി സ്വീകരിക്കുക, ശുചീകരണ തൊഴിലാളികളുടെ തൊഴിൽ ഭാരം കുറച്ചുകൊണ്ട് ദിവസവും തൊഴിൽ നൽകുക, വാട്ടറിംഗ് തൊഴിലാളികളുടെയും ഷെഡിലെ കോച്ച് ക്ലീനിംഗ്, ബയോടാങ്ക് ക്ലീനിംഗ് തൊഴിലാളികളുടെയും ശമ്പളം കൃത്യസമയത്ത് നൽകുക, കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ESI, PF, യൂണിഫോം, റെയിൻകോട്ട് തുടങ്ങി സുരക്ഷാ സംവിധാനങ്ങൾ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. തെറ്റായ കരാറ് സമ്പ്രദായമാണ് റെയിൽവേയെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 200-ൽ പരം കാറ്ററിംഗ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു. 200-ൽ പരം കാറ്ററിംഗ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ലഭിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഷൊർണൂർ. നമ്മുടെ MLA-മാരും മന്ത്രിമാരും ഒക്കെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ MP-മാരുൾപ്പെടെ ഷൊർണൂരിലേക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കുന്ന ജീവനക്കാരനോട് ഞങ്ങൾക്ക് ഷൊർണൂർ ഭക്ഷണം വേണം, പുറത്തുള്ള ആളുകൾ വരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകും. അത്രയും നല്ല ഭക്ഷണം കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ആരാണ് അതിനെ ഈ രൂപത്തിലേക്ക് മാറ്റിയത് എന്ന കാര്യം റെയിൽവേ പരിശോധിക്കാൻ തയ്യാറാവണം. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് RG പിള്ള, യൂണിറ്റ് പ്രസിഡന്റ് ND ദിൻഷാദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി MA രാജേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി കേരളത്തിൽ ഇടതുപക്ഷത്തിനേറ്റ പ്രഹരമല്ലെന്ന് PP സുമോദ് MLA. കേന്ദ്ര സമീപനം മൂലമുണ്ടായ പ്രതിസന്ധിയിലും കേരളം പിടിച്ചു നിൽക്കുന്നത് ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണെന്നും MLA പറഞ്ഞു. പാലക്കാട്ട് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PP സുമോദ്. അന്ന് 40 സീറ്റായിരുന്നു പ്രതിപക്ഷ എന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 2006-ലെത്തുമ്പോൾ VS മന്ത്രിസഭയിൽ അന്ന് 100 സീറ്റിന്റെ ലീഡോടുകൂടി അധികാരത്തിലെത്താൻ വേണ്ടി സാധിച്ചു. പിന്നീട് 2011 സീറ്റ് 72-68 എന്ന നിലയിലേക്ക് മാറി. ആകെ 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടിക്ക് ഭരിക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തെ ചരിത്രമെടുത്താൽ തീർച്ചയായും 2016-ൽ ഈ പറയുന്നത് പോലെ 91, 2021 90. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 18 വർഷത്തെ ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2011-ൽ മാത്രമാണ് 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരാൻ വേണ്ടി സാധിച്ചത്. അപ്പം അതുകൊണ്ട് ഇനിയുള്ള 2 വർഷം കേരളത്തിലെ ഗവൺമെന്റ് എന്ന രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരുത്തേണ്ട പ്രവണതകളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടുതൽ തിരുത്തി മുന്നേറാൻ ആവശ്യമായ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പൊതുവെ അതൃപ്തിയുണ്ടായിട്ടുണ്ടെന്നും PP സുമോദ് MLA പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളാണ് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായത്. എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് കേരളത്തെ നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ടെന്നും PP സുമോദ് ചൂണ്ടിക്കാട്ടി. പരാതികൾ പരിഹരിച്ച് ഇനിയുള്ള 2 വർഷക്കാലം സർക്കാർ മുന്നോട്ടു പോകും. KSCSA ജില്ലാ പ്രസിഡന്റ് VR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ട്, സംസ്ഥാന പ്രസിഡന്റ് T സജുകുമാർ, വൈസ് പ്രസിഡന്റ് TB ഉഷ,
ജില്ലാ സെക്രട്ടറി കെ ജഗ്ജിത്ത്, വി പ്രേമകുമാരി, എൻ ഷാജി, എൽ സുനിൽ, ആർ മോഹൻകുമാർ, കെ സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രശസ്തിക്കും പുരസ്കാരങ്ങൾക്കും പിറകെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്ത കലാകാരനായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണനെന്ന് സംവിധായകൻ ലാൽ ജോസ്. കേരളശ്ശേരിയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളശ്ശേരി ഒടുവിൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ 18ാമത് അനുസ്മരണമാണ് സംഘടിപ്പിച്ചത്. താരജാടകളില്ലാതെ മനുഷ്യസ്നേഹത്തിന്റെ നന്മ പകർന്ന അതുല്യ നടനായിരുന്നു ഉണ്ണികൃഷ്ണനെന്ന് സംവിധായകൻ ലാൽ ജോസ് അനുസ്മരിച്ചു. കലാകാരനെന്ന നിലയിലുള്ള സംഭാവനകളാണ് അദ്ദേഹം സ്മരിക്കപ്പെടാൻ കാരണം. സമ്പന്നരായ നടന്മാർ പലരും വിസ്മൃതരായെങ്കിലും തന്റെ എളിമയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നും ഓർക്കപ്പെടാൻ കാരണമെന്നും ലാൽ ജോസ് പറഞ്ഞു. എനിക്കറിയാം, വലിയ വലിയ മരിച്ചുപോയ ആളുകൾ മരിച്ചതിന്റെ അടുത്ത കൊല്ലം അവർക്ക് വേണ്ടിയിട്ട് 10 പേര് കൂടിയിട്ടില്ല. മരിച്ചതിന്റെ അടുത്ത വർഷം, അടുത്ത വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടൻ മരിച്ചപ്പോ ജനിച്ച കുട്ടിക്ക് 18 വയസ്സായി. അദ്ദേഹം മരിച്ച വർഷം ജനിച്ച കുട്ടിക്ക് 18 വയസ്സായി. നടന്മാര് കുറച്ച് ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ മുഖങ്ങളാണ് ഓർക്കുന്നത്. എപ്പോഴെങ്കിലും TV-യിലോ പഴയ സിനിമ ടെലികാസ്റ്റ് ചെയ്യുമ്പോഴോ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ട്രെൻഡിങ്ങായി മാറുന്ന എന്തെങ്കിലും ഡയലോഗിന്റെ പേരിലൊക്കെ ആളുകൾ ഓർമ്മിക്കപ്പെടും, അവരുടെ മുഖങ്ങൾ ഓർമ്മിക്കപ്പെടും. പക്ഷെ എനിക്ക് ഉണ്ണിയേട്ടന്റെ സമകാലികങ്ങളായിരുന്ന ഉണ്ണിയേട്ടന്റെ അത്ര തന്നെ ഉണ്ണിയേട്ടനേക്കാൾ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഉണ്ണിയേട്ടനേക്കാൾ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഗംഭീര നടനായിട്ട് അദ്ദേഹം മരിച്ചിട്ട് ആ വീട്ടിൽ അന്ന് ഞാൻ ദൂരെ എവിടെയായിരുന്നു മരിച്ചത് അറിഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ രാത്രി നടക്കുന്നു. അങ്ങനെ പ്രമേഷൻ പകല് നടന്നു, ഞാൻ രാത്രിയാണ് ചെന്നു. അല്ലല്ല, പിറ്റേ ദിവസം രാവിലെയാണ് പ്രമേഷൻ. ഞാൻ തലേന്ന് രാത്രി ബോഡി കാണാൻ വേണ്ടി ഞാൻ എത്തി. അപ്പോ മകൻ എന്നോട് പറഞ്ഞു, സമാധാനമായി, ധാരാളം വരുന്നെനിക്ക് അറിയായിരുന്നു, നിങ്ങൾ മാത്രമാണ് സിനിമയെന്ന് പറഞ്ഞു. ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ, ഒടുവിൽ ഫൗണ്ടേഷൻ സെക്രട്ടറി KE പത്മകുമാർ, YN ജയഗോപാലൻ, സദനം ശ്യാമളൻ, മോഹൻദാസ് മുണ്ടഞ്ചേരി, ഗായകൻ NM ശ്രീഹരി, ഒടുവിലിന്റെ പത്നി പത്മജ എന്നിവർ സംസാരിച്ചു. കേരളശ്ശേരിയിൽ സ്ഥാപിച്ച ഒടുവിൽ സ്മാരക സാംസ്കാരിക കേന്ദ്രവും ലാൽ ജോസ് സന്ദർശിച്ചു. സ്മാരകത്തിലെ വായനശാലയിലേക്ക് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തു. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ടെന്ന് പ്രസിഡന്റ് സജീവ് പറഞ്ഞു. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഇവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്നുകൊണ്ടാണ് ഒടുവിൽ ഫൗണ്ടേഷൻ രൂപം കൊടുത്തത്. നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലം പള്ളത്ത് വവ്വാലുകളുടെ ശല്യം മൂലം വയോധിക ദമ്പതികൾ വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിൽ. ഒരേക്കറോളം വിസ്തൃതിയുള്ള ഇവരുടെ പുരയിടത്തിലെ മരങ്ങളെല്ലാം വവ്വാലുകൾ കീഴടക്കിയിരിക്കുകയാണ്. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിലാണ് സമീപത്തെ മറ്റു കുടുംബങ്ങൾ. മാസങ്ങളോളമായി ഇവർ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷ്യധാന്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, വവ്വാലുകളുടെ കാഷ്ടവും മൂത്രവും മൂലം അസഹ്യമായ ഗന്ധമാണിവിടെ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴുമെന്ന് ഇവർ പറയുന്നു. ദേശമംഗലം 8ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളം ആനങ്ങാട്ടുവളപ്പിൽ നാരായണൻകുട്ടി നായരുടെയും ജാനകിയമ്മയുടെയും 1.5 ഏക്കർ പുരയിടത്തിലെ മരങ്ങളിലാണ് 2 മാസങ്ങൾക്ക് മുമ്പ് വവ്വാലുകൾ കൂട്ടമായെത്തി സ്ഥിരതാമസമാക്കിയത്. ആദ്യം വീടിന് മുന്നിലുള്ള വലിയ പൂമരത്തിലാണ് വവ്വാലുകൾ എത്തിയത്. പിന്നീട് വളപ്പിലെ റബ്ബർ മരങ്ങളും ഇവ കീഴടക്കി. വവ്വാലുകൾ പെരുകിയതോടെ ദുരിതം തുടങ്ങി. പാതയോരത്തെ വൃക്ഷങ്ങളിലും ഇവ താവളമാക്കിയതോടെ വഴിയാത്രക്കാരും ദുരിതത്തിലായി. രാത്രികാലങ്ങളിൽ കലപില കൂട്ടുന്ന വവ്വാലുകൾ ഉറക്കവും നഷ്ടപ്പെടുത്തുകയാണ്.
അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചെങ്കിലും അവർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുക മാത്രമാണ് ചെയ്തത്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആരെ കാണണമെന്നാണ് ഈ വയോധികർ ചോദിക്കുന്നത്. വവ്വാല് കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ശല്യം. വഴി നടക്കാൻ പറ്റില്ല, മുറ്റത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനെയുള്ള ആകെ ഇതായി. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞതാണ്. ഇനിയിപ്പോൾ മരമൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിനൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ അവർ പറയണത് വനം വകുപ്പിലേക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ മരം ഒക്കെ കച്ചവടമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. പാമ്പും കാവും ഒക്കെ ധാരാളം ഇലകളുള്ള മരങ്ങളുടെ ഉള്ളിലാണ് ഇവർ താമസം ഇതായിട്ട് കൂടുതൽ വരിക. അപ്പോൾ അങ്ങനെ ഉമ്മറത്തിന് നേരെ ധാരാളം മരങ്ങളുള്ളതൊക്കെ ഇലകൾ ധാരാളമുള്ള മരങ്ങളൊക്കെ മുറിക്കാമെന്നുള്ള പ്ലാനിലേക്ക് പറ്റിയത്. വവ്വാലുകളുടെ ശല്യം മൂലം കിണർ മൂടിയിട്ടിരിക്കുകയാണ്. ഇതിന് വലിയ സംഖ്യ ചെലവഴിച്ചു. നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്ക ഇവർക്കും സമീപവാസികൾക്കുമുണ്ട്. 15ഓളം കുടുംബങ്ങളുണ്ട് ഈ മേഖലയിൽ. വവ്വാലുകളുടെ ശല്യം തടയാൻ എന്തെങ്കിലും നടപടിയുണ്ടാകണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന ബൈപ്പാസിൽ വർഷങ്ങൾക്ക് മുൻപ് തകർന്ന കനാൽ പാലത്തിന്റെ കൈവരി പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയായില്ല. പറളി മുണ്ടൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വഴുക്കപ്പാറയിലാണ് മലമ്പുഴ കനാൽ പാലത്തിന് കൈവരിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് വാഹനമിടിച്ചാണ് വഴുക്കപ്പാറയിലെ കനാൽ പാലത്തിന്റെ കൈവരി തകർന്നത്. എന്നാൽ കാലമേറെ പിന്നിട്ടിട്ടും കൈവരി പുനഃസ്ഥാപിക്കാൻ ഒരു നടപടിയുമായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊതുവെ വീതി കുറവായ റോഡിൽ എന്നും ഗതാഗത തിരക്കാണ്. റോഡിനോട് ചേർന്ന കനാലിന് പാലമില്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാൽ 15 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനങ്ങൾ മറിഞ്ഞു വീഴുകയെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കൈവരികൾ പുനഃസ്ഥാപിക്കാൻ സത്വര നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മയിൽവാഹനം ഓഡിറ്റോറിയത്തിലായിരുന്നു സദസ്സ്. SSLC +2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും LSS USS ജേതാക്കളെയും നഗരസഭാ പരിധിയിലെ വിവിധ റാങ്ക് ജേതാക്കളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. അറിവുകൾ തേടി എത്തുന്നവർ, അന്വേഷിക്കുന്നവർ വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് കാണാൻ സാധിക്കും. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചുണ്ടാക്കുന്നത് തന്നെയാണ് A+. അത് രാവും പകലും എന്നുള്ളത്. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. കലാകായിക വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, P. ജിഷ, കൗൺസിലർ EP നന്ദകുമാർ എന്നിവർ പ്രസംഗിച്ചു. വിജയികൾക്കുള്ള മൊമെന്റോ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആരാധകരുടെ സ്വന്തം വിജയ് 50ാം പിറന്നാളിന്റെ നിറവിലേക്ക്. കേരളത്തിൽ അത്രയേറെ ആരാധകരുള്ള ഒരു അന്യഭാഷാ നടനാണ് വിജയ്. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താരം. മറ്റൊരു താരത്തിനും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സ്വീകാര്യതയാണ് വിജയ്ക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തെ മലയാളികൾ വിളിക്കുന്നത് പോലും കേരളത്തിന്റെ ദത്തുപുത്രൻ എന്നാണ്. വിജയ് സിനിമ റിലീസ് ചെയ്താൽ അത് കേരളത്തിലും ഒരാഘോഷമാണ്. വിജയ് സിനിമകളോടുള്ള മലയാളികളുടെ സ്നേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അദ്ദേഹത്തിലെ മാസ് ഹീറോയുടെ ഉദയത്തിനു മുമ്പ് തന്നെ മലയാളികൾ വിജയ് സിനിമകളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു. റൊമാൻറ്റിക് ചിത്രമായ തുള്ളാത മനവും തുള്ളും 100 ദിവസത്തിലധികമാണ് കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. ഖുഷിയും ഗില്ലിയുമെല്ലാം അതാത് ഗ്രാമങ്ങളിലെ ടോപ്പ് ഗ്ലോസറുകളായിരുന്നു. 100 ദിവസത്തിലധികം പ്രദർശിപ്പിച്ച പോക്കിരി സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 7 കോടിയോളം രൂപയാണ് നേടിയത്. വിജയുടെ പഞ്ച് ഡയലോഗുകളും കിടിലൻ പാട്ടുകളുമെല്ലാം യുവാക്കൾക്കിടയിൽ ട്രെൻഡാണ്. വിജയ് സിനിമകൾക്ക് കേരളത്തിൽ ഈ സ്വീകാര്യതയാണെങ്കിൽ വിജയ് തന്നെ കേരളത്തിലേക്ക് വന്നാലോ? ഗോട്ട് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി
വിജയ് തിരുവനന്തപുരത്ത് വന്നപ്പോഴുണ്ടായ ജനത്തിരക്ക് തന്നെ അതിനുള്ള മറുപടി. കള്ളക്കുറിച്ചി മദ്യദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ 50ാം പിറന്നാൾ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് താരം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൻ്റെ ഇരകളായി ആശുപത്രിയിൽ കഴിയുന്നവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. വിവിധ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്കാണ് ആശ്വാസവുമായി വിജയ് എത്തിയത്. ചികിത്സയിൽ കഴിയുന്ന ഓരോരുത്തരുടെയും അടുത്തെത്തി ആരോഗ്യത്തെക്കുറിച്ച് ആരാഞ്ഞു. തമിഴ്നാട്ടിലും കേരളത്തിലും ജന്മദിനം ആഘോഷിക്കാനായി വലിയ സജ്ജീകരണങ്ങളായിരുന്നു ആരാധകർ ഒരുക്കിയിരുന്നത്. എന്നാൽ ആഘോഷങ്ങൾ ഒഴിവാക്കാൻ ആരാധകരോട് വിജയ് അഭ്യർത്ഥിക്കുകയായിരുന്നു. അതേസമയം ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടെ ജന്മദിനം ആഘോഷിച്ചു. തമിഴകം വെട്രി കഴകം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി. മലമ്പുഴ കൃപാസദൻ വൃദ്ധമന്ദിരത്തിൽ പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടാണ് ജന്മദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത്. സിസ്റ്റർ സാവിയോ ഉദ്ഘാടനം ചെയ്തു. വെട്രി കഴകം ജില്ലാ പ്രസിഡന്റ് എ കാജ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ആലത്തൂരിൽ വൃക്കരോഗിക്ക് സംഘടന ചികിത്സാ സഹായം നൽകി. കൊല്ലങ്കോട് വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും ഒരുക്കി. നെന്മാറ പഴയ ഗ്രാമം LNUP സ്കൂളിലെ 50 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സഹകരണ മേഖലയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്ന് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. രാമകൃഷ്ണൻ KBRA പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹിക വികസന ചാലകശക്തിയാണ് സഹകരണ ബാങ്കിംഗ് മേഖല. സഹകരണ മേഖലയിൽ അടുത്തിടെയുണ്ടായ വിവാദങ്ങൾ മേഖലയുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്ക് രാഷ്ട്രീയ നിറം നൽകി പെരുപ്പിക്കാൻ ഒരു വിഭാഗം ശക്തമായി ശ്രമിച്ചു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതും വെട്ടിക്കുറയ്ക്കുന്നതുമായ നടപടി ശരിയല്ല. പെൻഷൻ വിതരണം കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നും ജീവനക്കാരുടെ ക്ഷാമബത്തയുൾപ്പെടെ കാലോചിതമായി പരിഷ്കരിച്ച് വിതരണം ചെയ്യണമെന്നും P. രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രാബല്യം നൽകിയിട്ടുള്ള പെൻഷൻ പദ്ധതി ഒരുപാട് അപാകതകളുണ്ടായി. എന്നാലും നിരന്തര ശ്രമഫലമായി ആ അപാകതകളെല്ലാം പരിഹരിച്ച് നല്ലൊരു പെൻഷൻ പദ്ധതി PF മാന്യമായ ഒരു പെൻഷൻ പദ്ധതി നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെൻഷൻ പദ്ധതി അംഗീകരിക്കാൻ ജില്ലാ ബാങ്കിലെ സംഘടനകൾ കൂട്ടായി തീരുമാനമെടുത്തു. ജില്ലാ പ്രസിഡന്റ് C. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നബിദാസ്, K. മുരളീധരൻ, G. മോഹനൻ, T. K. മോഹനകൃഷ്ണൻ, R. ചന്ദ്രൻ, P. ബാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 40ാമത് ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. നവംബർ 19-നാണ് സമ്മേളനം. സ്വാഗത സംഘം രൂപീകരണ യോഗം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എടത്തറ SNDP ഹാളിലാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നത്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുദ്രാഗോപി മുഖ്യപ്രഭാഷണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറളി യൂണിറ്റ് പ്രസിഡന്റ് നാരായണൻകുട്ടി സമ്മേളന പോസ്റ്റർ പ്രകാശനം ചെയ്തു. സംസ്ഥാന വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമനിധി കോർഡിനേറ്റർ ബാബു അലിയാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം തനീഷ് എടത്തറ, CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, BJP മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ, പഞ്ചായത്ത് അംഗം സതീഷ്, രാമചന്ദ്രൻ മലമ്പുഴ, ബാലകൃഷ്ണൻ എടത്തറ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ 40ാം ജില്ലാ സമ്മേളനം നമുക്കറിയാം. ഭാര്യവും കൗമാരവും കടന്ന് യൗവനം കടന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടന കേരളത്തിൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ബീജാപാപം ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലും ഒരു സംഘടനാ രൂപം. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ സ്വാഗതവും ട്രഷറർ ഉണ്ണി ഡിസയർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. KCEU ഷൊർണൂർ അർബൻ ബാങ്ക് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം 2024 സംഘടിപ്പിച്ചു. ബാങ്ക് ചെയർമാൻ M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവന്റെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച്
അവൻ്റെ ക്രൈസിസിൽ നിന്നൊന്ന് കരകയറുന്നതിന് വേണ്ടി അവൻ അത്താണിയായി കണ്ടെത്തുന്നതാണ് ഇപ്പോഴും ഒരു ധനകാര്യ സ്ഥാപനം. ഷൊർണൂർ അർബൻ ബാങ്ക് ആയാലും വേറെ ഏത് സഹകരണ സംഘങ്ങളായാലും ഒക്കെ തന്നെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഷെഡ്യൂൾ ബാങ്കുകളും അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് സംഘങ്ങളൊക്കെ നിരവധിയായ കാര്യങ്ങൾ എഴുത്തുറപ്പൻ മൈക്രോ സ്ഥാപനങ്ങൾ ഇന്ന് രാജ്യത്തുണ്ട്. അതിൽ നമുക്ക് വിഭിന്നമായി സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരമാവധി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹകരണ പ്രസ്ഥാനം രൂപപ്പെട്ടത് എന്ന് നിങ്ങൾക്കറിയാം. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ജീവനക്കാരുടെ മക്കളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. ബാങ്കിൽ നിന്ന് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന മെർലി വർഗീസിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. KCU ഷൊർണൂർ അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് സ്വാഗതം പറഞ്ഞു. ബാങ്ക് ഡയറക്ടർ രാജൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ സുരേന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ബാങ്ക് CEO അശോകൻ, ഡയറക്ടർമാരായ ചന്ദ്രശേഖരൻ, സൈതലവി, രജനി, ജനറൽ മാനേജർ ബിന്ദു, ബ്രാഞ്ച് മാനേജർ TP രേഖ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ജമാഅത്തെ ഇസ്ലാമി പത്രിപ്പാല യൂണിറ്റും ഡയലോഗ് സെന്റർ കേരളയും സംയുക്തമായി പെരുന്നാൾ സൗഹൃദ സംഗമം നടത്തി. മൗണ്ട് സീന CEO KK മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലാണ് പെരുന്നാൾ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ഡയലോഗ് സെന്റർ കേരള അംഗം ഡോക്ടർ സക്കീർ ഹുസൈൻ ഈദ് സന്ദേശം കൈമാറി. ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പത്തിരിപ്പാല അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ സന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ വിനോദ്, ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പാൾ ജുമാന, ശോഭിൻ, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റിയെ ഏറ്റവും കരുത്തുള്ളതാക്കാനുള്ള കൊച്ചു കൊച്ചു ഇതുപോലെയുള്ള കൂട്ടായ്മകളും സൗഹൃദ പരിപാടികളൊക്കെ എല്ലാവിധ ആഘോഷ സന്ദർഭങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഫെബിന സ്വാഗതവും CA റഹീമ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. എടപ്പലം PTM യത്തീംഖാന സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ ആഗ്രഹ സാഫല്യത്തിന് ഒരുങ്ങി പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. ജൂൺ 26-ന് ആകാശയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയുമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിൽ ലയൺസ് ക്ലബ്ബിന്റെ ഒരു പരിപാടിയിൽ വച്ചാണ് കുട്ടികൾ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എടപ്പലം PTM യത്തീംഖാന സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളുടെ ആഗ്രഹപ്രകാരം ആകാശയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ 26-ന് ബുധനാഴ്ച രാവിലെ 10:55-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വിമാനയാത്ര. തിരുവനന്തപുരത്തെ വിവിധ കാഴ്ചകൾ കണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്ക് ഷൊർണൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ മടക്കയാത്ര. രാത്രി 8 മണിക്ക് ഷൊർണൂരിലെത്തും. നൈറ്റ് ഫോർ കിഡ്സ് ജില്ലാതല പദ്ധതി ഉദ്ഘാടനം PTM യത്തീംഖാന സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരനെയും പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജിനെയും ഈ ആഗ്രഹം അറിയിച്ചത്. ഡിസ്ട്രിക്റ്റിന്റെ സഹകരണത്തോടെ ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി ലയൺസ് ക്ലബ്ബാണ് ഈ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പട്ടാമ്പി ലയൺസ് ക്ലബ്ബിൽ നിന്ന് പ്രസിഡന്റ് K മനോജ്, ഹ്യൂമാനിറ്റേറിയൻ സർവീസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സുധർമ്മ ഇർഷാദ്, ടൂർ കോർഡിനേറ്റർ K ജയകൃഷ്ണൻ എന്നിവർ കുട്ടികളെ യാത്രയിൽ അനുഗമിക്കുന്നുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പ്രോഗ്രാം എടപ്പലം യത്തീംഖാന സ്കൂളിൽ വെച്ച് നടക്കുകയുണ്ടായി. അന്നേ ദിവസം ലയൺസ് ക്ലബ് ഓഫ് ഇന്റർനാഷണലിന്റെ 318 പ്രിയങ്കരനായ നേതാവ് ലയൺ ടോണി ഏനൂക്കാരൻ ആ വേദിയിൽ പങ്കെടുക്കുകയും ആ സമയത്ത് അവിടെ പങ്കെടുത്ത ഭിന്നശേഷിക്കാരായ കുറച്ച് കുട്ടികളും അതേപോലെ അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ ചിരകാല സ്വപ്നമായ ഒരു ആകാശയാത്രയെക്കുറിച്ച് ഡിസ്ട്രിക്ട് ഗവർണറുമായിട്ട് സംസാരിക്കുകയും അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പട്ടാമ്പി ലയൺസ് ക്ലബിൻ്റെ ഒഫീഷ്യൽ വിസിറ്റിനായി ഗവർണർ എത്തിയ സമയത്ത് ഈ യാത്രക്ക് അനുവാദം നൽകുകയും അതോടൊപ്പം അതിനു വേണ്ട സൗകര്യങ്ങൾ നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഈ വരുന്ന 26-ാം തീയതി ബുധനാഴ്ച എടപ്പലം യത്തീംഖാന സ്കൂളിലെ 15 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരോടൊപ്പം 3 ടീച്ചേഴ്സിനും പട്ടാമ്പി ലയൺസ് ക്ലബിൻ്റെ പ്രതികളായ 3 പേരും അടങ്ങുന്ന 21 പേർക്ക് ആകാശയാത്രയും അതേപോലെ തന്നെ വന്ദേ ഭാരത് യാത്രയും സംഘടിപ്പിക്കണം. വാർത്താസമ്മേളനത്തിൽ പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ്, സുധർമ്മ ഇർഷാദ്, EK ബാബു, K ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും.
നിയമവിരുദ്ധമായോ കോടതി നിലപാടിന് എതിരായോ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കാറില്ലെന്ന് മന്ത്രി പി രാജീവ്. പ്രതികരണം TP കേസുമായി ബന്ധപ്പെട്ട്. സർക്കാർ സ്വീകരിക്കുക നിയമത്തിനകത്തു വരുന്ന കോടതി ഉത്തരവുകൾ മാത്രം. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ശിക്ഷ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ കഴിയില്ലെന്നും മന്ത്രി. വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ അഭിരുചിക്ക് പ്രാധാന്യം ലഭിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തുടർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കണം. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ MLAയുടെ എക്സലൻസ് അവാർഡ് സമർപ്പണം. തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയിൽ നാൽക്കാലികൾ ചത്തുപൊന്തിയ സംഭവത്തിൽ സ്ഥലം MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെ ഇടപെടൽ. അടിയന്തരമായി വെള്ളം പരിശോധിക്കാനും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം. ആനുകൂല്യ നിഷേധത്തിൽ നടുവടിഞ്ഞ് ഷൊർണൂരിന്റെ കാർഷിക മേഖല. 10 മാസം മുമ്പ് ലഭിക്കേണ്ട ഉഴവുകൂലി ഇനിയും കർഷകർക്ക് ലഭിച്ചില്ല. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതും തിരിച്ചടിയായി. കടക്കണിയിലായ നെൽകർഷകർ ഒന്നാം വിളയിറക്കാൻ വിത്തു ലഭിക്കാതെ കൃഷി തരിശിടേണ്ട ഗതികേട്. ഉദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. നഷ്ടപരിഹാരം ലഭ്യമാക്കാതിരിക്കാൻ കോള കമ്പനി അധികൃതരും സംസ്ഥാന സർക്കാരും ഒത്തുകളിച്ചെന്നാരോപിച്ച് പ്ലാച്ചിമടയിലെ കോള കമ്പനിക്ക് മുന്നിൽ സമരസമിതിയുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിച്ചു. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഇടതു സർക്കാരിനെതിരെ സന്ധിയില്ല സമരമെന്ന് നേതാക്കൾ. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വസതിക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. നീറ്റ് UGC നെറ്റ് ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തം. പരീക്ഷാ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് AIYSF മാർച്ച്. വ്യാജ ഡിഗ്രിയുമായി രാജ്യം ഭരിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖല ക്രമക്കേടുകളുടെ കൂത്തരങ്ങാക്കിയെന്ന് നേതാക്കൾ. കുളപ്പുള്ളിയിൽ വിവാഹ സൽക്കാരത്തിൽ 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ കർശന നടപടിയുമായി അധികൃതർ. ഭക്ഷണമെത്തിച്ച വാടാനംകുറിശ്ശിയിലെ സ്മാർട്ട് കാറ്ററിംഗിന് ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ നോട്ടീസ്. പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥാപനത്തിന്റെ ഫുഡ് ലൈസൻസ് റദ്ദാക്കി. കുന്നംകുളത്ത് നടക്കുന്ന സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിനിടെ വീണ്ടും സംഘർഷം. കഴിഞ്ഞ രാത്രിയുണ്ടായ സംഘർഷത്തിന് പിറകെ വീണ്ടും വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ടൗൺ ഹാൾ പരിസരത്ത്. 3 വിദ്യാർത്ഥികൾ പോലീസ് കസ്റ്റഡിയിൽ. വവ്വാലുകളുടെ ഭീകരതയിൽ ദേശമംഗലം പള്ളത്തെ ഒരു പ്രദേശം. വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടില്ലെന്ന് വയോധിക ദമ്പതികൾ. ആയിരക്കണക്കിന് വവ്വാലുകൾ താവളമാക്കിയിരിക്കുന്നത് ഇവരുടെ ഒരേക്കർ പുരയിടം. നിപ്പ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടുമെന്ന ആശങ്കയിൽ സമീപവാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.